Good afternoon, everyone. Good afternoon. Good afternoon. Good afternoon, ma'am. Yeah, good afternoon. Okay. ടീച്ചർ ഭയങ്കര ഹാപ്പിയിലാണല്ലോ. എന്തോ? ടീച്ചർ എന്നത്തേക്കാളും കൂടുതൽ ഹാപ്പിയില്ലേ? ആണോ? ഞാൻ ഇപ്പോഴും ഹാപ്പി ആയിട്ടേ. ഞങ്ങൾ ക്ലാസ് എടുക്കല്ലോ, ടീച്ചർ നോക്കിയിരിക്കല്ലോ, ഹാപ്പി ആയിരിക്കും. ഓ, അതായിരിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് പറയാം കേട്ടോ. പ്രയർ out of 3 sign in. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Madam, ഞാൻ ചെയ്യാണ്. Prayer. Okay. Walking with the Lord, we are walking in the morning. Lift up your head, you are walking with God. Singing to the Lord, we are singing in the sunshine. Lift up your head, you are singing to the Lord. Hand in hand with everyone, we are walking. Black and white blend together, walking. Singing new songs now, living your lives, building your bridges, walking distant smile. Walking with the Lord, we are walking in the morning. Lift up your hearts, you are walking with God. Thank you, ma'am. Thank you all. Okay. Then പറയൂ. Out of 3 sign in. Thought of the day ഞാനാ മാം ചെയ്യുന്നത്. Okay. What you decide to do makes you happy. It means that the main purpose of human life is happiness. Therefore, we choose a work which gives happiness, life become very enjoyable. നിങ്ങൾ എന്ത് തന്നെ ചെയ്യണമെന്ന് തീരുമാനിച്ചാലും അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. മനുഷ്യ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം സന്തോഷമാണ്. അപ്പോൾ അതിനാൽ ആ സന്തോഷം നിറഞ്ഞ ഒരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ ആ ജോലിയിൽ നിങ്ങൾ സന്തോഷവാനാണെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. അത് ജീവിതം വളരെ ആസ്വാദ്യകരമാക്കും. താങ്ക് യു മാം. താങ്ക് യു ഓൾ. ഓക്കെ. Then signing. ഞാൻ ചെയ്യാം മാം. Good afternoon all and good afternoon madam and good afternoon. Overthinking does nothing but it kill your happiness. അമിത ചിന്ത നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തുകയല്ലാതെ ഒന്നും ചെയ്യില്ല. ബുദ്ധ കോട്ട്. താങ്ക് യു മാം. Yes. Okay. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ടോപ്പിക് എല്ലാവരും ക്ലിയർ ആണോ? ശ്രദ്ധിച്ചു ചോദിക്കട്ടെ. ക്ലിയർ ആണോ? പറയൂ, ഒപ്പീനിയൻ പറയൂ. ഇമോജീസ് ആണ്. ഇമോജീസ് വേണ്ട, അതിന്റെ ഒപ്പീനിയൻ പറയുന്നത് കേൾക്കണം. ഓക്കെ മാം. ഓക്കെ, വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ആർക്കും ഇല്ല? നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തോ? ക്ലിയർ ആണല്ലോ? ഇനി പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഷുവർ അല്ലേ? മാം എന്നെ കാണുന്നുണ്ടോ മാം? എന്നെ കാണാൻ പറ്റുന്നുണ്ടോ മാം? ഞാൻ അന്ന് ക്ലാസ് എടുത്ത ശേഷമാണ് എനിക്ക് മനസ്സിലായത് എന്നെ കണ്ടില്ല ആരും. ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു. അതിനുശേഷം ക്ലാസ് റൂമിൽ നമുക്ക് റെക്കോർഡ് ക്ലാസ് വന്നപ്പോ നോക്കിയായിരുന്നു. അപ്പൊ എന്നെ കണ്ടിരുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ? അത് ചിലപ്പോ ജിഷയുടെ ഫോണില് അങ്ങനെ എന്തെങ്കിലും പ്രൈവറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടാവാം ക്യാമറ. മിക്കവാറും അങ്ങനെ ഇരിക്കാം തോന്നുന്നു. കൊറേ പേർക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അന്ന്. ഫസീലേക്ക് കാണാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ക്ലാസ് ഒക്കെ എടുത്ത കഴിഞ്ഞ ശേഷമാണ് എനിക്ക് മനസ്സിലായത് എന്നെ കണ്ടിരുന്നില്ല. അന്ന് ഞാന് നല്ല രീതിയിൽ ഒരുങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആണോ? കണ്ടില്ല. അതെ മാം.
അത് ഒന്ന് നോക്കണം കേട്ടോ ക്യാമറയുടെ കാര്യം. ഓക്കെ. യെസ് മാം. അപ്പോ ഈ സംസാരിക്കുന്ന സമയം വെറുതെ വേസ്റ്റ് ആയി പോകും. ഒരുപാട് ക്ലാസ് എടുക്കേണ്ടതാണ് അല്ലെ? ഇന്ന് ആരാണ് ടോപ്പിക്? ഗ്രൂപ്പ് നമ്പർ 2. ഞങ്ങളൊക്കെയാണ് മിസ്സേ. നിങ്ങളൊക്കെയാണ്. നിങ്ങളൊക്കെ റെഡിയാണോ? റെഡിയാണോ? യെസ് മാം എന്ന് പറഞ്ഞതിന് എന്താ ഉഷാറില്ലാത്ത? അല്ല, ഞങ്ങള് റെഡിയാണ് മിസ്സേ. റെഡിയാണ്. ഓക്കെ. ക്യാമറ ഓൺ ചെയ്യാൻ റെഡിയാണോ എല്ലാവരും? എന്താണ് കുളിച്ച് സുന്ദരിമാരായിട്ടാണോ വന്നിരിക്കുന്നത്? ഷാന പറഞ്ഞ പോലെ ഞങ്ങള് മേക്കപ്പ് ഒന്നും ചെയ്തിട്ട് പേഴ്സണലി പറയണ ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ബ്യൂട്ടീഷ്യൻ ഒന്നും ചെയ്യാറില്ല. നമ്മള് ബ്യൂട്ടീഷ്യൻ. പിന്നെ അല്ല, നോമ്പൊക്കെ അല്ലേ, എന്താ അപ്പൊ കൊറേ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട്. ഓക്കെ. സോ സ്റ്റാർട്ട് ചെയ്തല്ലോ നമുക്ക്. സ്റ്റാർട്ട് ചെയ്യാം. മേക്കപ്പ് ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അപ്പൊ യൂണിറ്റ് 11 ആണ് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് അഥവാ റിപ്പോർട്ടിംഗ് സ്പീച്ച്. അതിൽ ഞങ്ങളെ ഭാഗത്ത് പറയുന്നത് റിപ്പോർട്ടിംഗ് ഓഫ് എക്സ്ക്ലമേഷൻസ് ആണ്. ആ ഭാഗമാണ് ഞങ്ങൾ ഇന്ന് പറയണത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഞാനൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. അപ്പൊ ഇനി ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് പറയാം. ക്യാമറ ഓഫ് ചെയ്യണ്ട. ക്യാമറ ഓഫ് ചെയ്യാൻ പാടില്ലല്ലോ. അയ്യോ മിസ്സേ, നിങ്ങൾ ടീച്ചർ, ഞാൻ എന്താ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ? നിങ്ങൾ ടീച്ചേഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ. ടീച്ചേഴ്സ് ക്യാമറ ഓഫ് ചെയ്ത് ക്ലാസ് എടുക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാനും ക്യാമറ ഓഫ് ചെയ്ത് ക്ലാസ് എടുക്കും. മിസ്സൊക്കെ മനപ്പാഠം പഠിച്ചിട്ടാ വരുന്നത്, ഞങ്ങൾ അങ്ങനെയല്ലല്ലോ. അതൊക്കെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുപോലെ ആയിരുന്നു ഫസ്റ്റ് ക്ലാസ് എടുത്ത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ആദ്യമായിട്ട് ക്ലാസ് എടുത്തേ. അപ്പോഴും ക്യാമറ ഓൺ ചെയ്തിട്ടെടുത്തേ അല്ലേ? അതേപോലെ. ഓക്കെ, ഓൺ ചെയ്യൂ. ടൈമിൽ ഞാൻ ഓൺ ചെയ്യാം മിസ്സേ. കൊള്ളാം. ഓക്കെ, സമ്മതിച്ചു. സോ ക്ലാസ് എടുക്കും. ഓക്കെ. അപ്പം റിപ്പോർട്ടിംഗ് ഓഫ് എക്സ്ക്ലമേഷൻസ്. അപ്പൊ നമ്മൾ എങ്ങനെ ഒരു എക്സ്ക്ലമേഷൻ സെന്റൻസിനെ നമ്മൾ ഡയറക്റ്റ് നിന്ന് ഇൻഡയറക്റ്റ് ആക്കുന്നുള്ളതാണ് ഈ ഭാഗത്ത് പറയുന്നത്. അപ്പൊ എന്താണ് ഈ എക്സ്ക്ലമേഷൻ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോ എക്സ്ക്ലമേഷൻ ഈസ് എ സെന്റൻസ് ഓർ ഫ്രേസ് ദാറ്റ് എക്സ്പ്രസ് സ്ട്രോങ് ഇമോഷൻസ് ഓർ ഫീലിങ്സ്. അതായത് നമ്മൾ സ്ട്രോങ് ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സിനെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെന്റൻസ് ആണ് ഈ എക്സ്ക്ലമേഷൻ എന്ന് പറയുന്നത്. സ്ട്രോങ് ഇമോഷൻ ഫീലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ആശ്ചര്യത്തോടെ പറയുന്നത്, അത്ഭുതത്തോടെ, അതല്ലെങ്കിൽ വളരെ വേദനാജനകമായിട്ട് നമ്മൾ പറയുന്ന അത്തരം സെന്റൻസുകളെ എങ്ങനെ നമ്മൾ ഇൻഡയറക്റ്റ് ആക്കുന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു എക്സ്ക്ലമേഷൻ സെന്റൻസ് തിരിച്ചറിയാൻ പറ്റുക എന്നാണ് ഫസ്റ്റത്തേത്. എങ്ങനെയൊക്കെ എക്സ്ക്ലമേഷൻ സെന്റൻസ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? എനിവൺ? എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. നമുക്ക് ഭയങ്കര ആശ്ചര്യം, വാവ് എന്നൊക്കെ പറയില്ലേ? വാവ് അങ്ങനെ പറയില്ലേ? അപ്പൊ ഒരു ആശ്ചര്യ ചിഹ്നം ഉണ്ടാവില്ലേ, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. പിന്നെ അതുപോലെ ഇന്റർജെക്ഷൻസ് വെച്ചായിരിക്കും ആ സെന്റൻസിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഇന്റർജെക്ഷൻ ഉണ്ടാവും. ഏതാണ് ഈ ഇന്റർജെക്ഷൻസ്? ഏതൊക്കെയാണ് മായ ഇന്റർജെക്ഷൻസ് എന്ന് പറയുമ്പോ? മായ ഇപ്പൊ പറഞ്ഞല്ലോ, വാവ് എന്നൊക്കെ പറയുമ്പോ ആശ്ചര്യ ചിഹ്നം ഉണ്ടാവും. വാവ് പോലെ വരുന്ന വേറെ ഏതൊക്കെ? അതെ ഓ, അത് പറയാ. വാവ് എന്ന് പറയും, എന്ന് പറയും, വെൽ ഡൺ പറയും, സോറി, ഇതൊക്കെ ഇന്റർജെക്ഷൻസ് ആണ്. അപ്പൊ അതുപോലെ ഹുറ എന്ന് പറയുമ്പോൾ നമ്മള് സന്തോഷത്തോടെ പറയണത്. അങ്ങനെ ഓരോ ഇന്റർജെക്ഷൻസും ഓരോ ഇമോഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ എക്സ്ക്ലമേഷൻ സെന്റൻസ് നമ്മൾ ഡയറക്റ്റ് നിന്ന് ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ അതിൽ നമ്മൾ ഈ എന്താ പറയാ, ഇന്റർജെക്ഷൻസ് ഒക്കെ ഒഴിവാക്കും. അതുപോലെ നമ്മുടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഇല്ലേ, അതിനും ഒഴിവാക്കും. അപ്പൊ ഡയറക്റ്റ് നിന്ന് ഇൻഡയറക്റ്റ് മാറ്റുമ്പോൾ ഒരു എക്സ്ക്ലമേഷൻ അതിനെ നമ്മൾ മാറ്റുമ്പോൾ അതിൽ വരുന്ന എക്സ്ക്ലമേഷൻ മാർക്കിനെ നമ്മൾ ഒഴിവാക്കും. അതുപോലെ ഈ ഇന്റർജെക്ഷൻസ് ഒക്കെ നമ്മൾ ആ ഇമോഷനെ സൂചിപ്പിക്കണ ആ ഒരു വേർഡ് ഇല്ലേ, അത് നമ്മൾ ഒഴിവാക്കും. അപ്പം
പിന്നെ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ എക്സ്ക്ലമേഷൻ നമ്മൾ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഒരു എക്സ്ക്ലമേഷൻ സെന്റൻസ് അത് ഇത് മനസ്സിലാക്കണത്. ഒരു മാർക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞു, എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാകും പറഞ്ഞു, ഇത്തരം ഇന്റർജെക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിക്ക് ഇത് മാറ്റുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയണത് ഈ എക്സ്ക്ലമേഷൻ മാർക്കിനെ നമ്മൾ ഒഴിവാക്കി കളയും, അതായത് റിമൂവ് ദ എക്സ്ക്ലമേഷൻ മാർക്ക്. പിന്നെ വെർബിൽ ചേഞ്ച് വരും. അതായത് നമ്മളിപ്പോ പറയുമ്പോൾ ഹി സെഡ് അല്ലെങ്കിൽ ഹി ടോൾഡ് അങ്ങനെയൊക്കെ പറയണത് ആ സെഡ് എന്നുള്ള വാക്ക് അവിടെ നമ്മൾ യൂസ് ചെയ്യൂല. അതിന് പകരം ആ വെർബിനെ നമ്മൾ മാറ്റിയിട്ട് ആ റിപ്പോർട്ടിംഗ് വെർബിനെ അവിടെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് അതിന് പകരം എക്സ്ക്ലൈംഡ് എന്ന കാര്യം നമ്മൾ അവിടെ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ സാധാരണ നമ്മൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് മാറ്റണ പോലെ നമ്മുടെ പിന്നെ എല്ലാത്തിലും, അതായത് പ്രോനൗൺസിലും അതുപോലെ ടെൻസിലും ഒക്കെ മാറ്റം വരുത്തണം. അപ്പോ ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സ്പീക്ക് എല്ലാരും വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ കേട്ടോ. നമ്മുടെ എക്സ്ക്ലമേഷൻ നമ്മൾ ഡയറക്റ്റ് നിന്ന് ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്പീക്കർ പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ്. അതായത് റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ അവിടെ എക്സ്ക്ലൈംഡ് ആക്കുകയാണ്. അതായത് ഹി സെഡ് എന്ന് പറയുമ്പോൾ ഹി സ്പീക്കർ ആണ്, സെഡ് എന്ന് പറയുന്നതാണ് അവിടെ റിപ്പോർട്ടിംഗ് വെർബ് വരിക. അതിന് പകരം നമ്മൾ ആ റിപ്പോർട്ടിംഗ് വെർബ് എക്സ്ക്ലൈംഡ് എന്നാണ് മാറ്റണത്. പിന്നെ ഈ എക്സ്ക്ലൈംഡ് പ്ലസ് ദാറ്റ് അവിടെ നമ്മൾ കണക്റ്റിംഗ് വേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ദാറ്റ് ആണ്. പിന്നെ പ്ലസ് കൺവേർട്ടിംഗ് സെന്റൻസ്, നമ്മൾ ഏതാണോ കൺവേർട്ട് ചെയ്യണ ആ സെന്റൻസ് വെച്ചാൽ അതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. പിന്നെ ഇന്റർജെക്ഷൻസ് നമ്മൾ ഡയറക്റ്റ് നിന്ന് ഇൻഡയറക്റ്റ് മാറ്റുമ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താണ്ട്. അതായത് എങ്ങനെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഏതാണ് അവിടെ ഇമോഷൻ എന്നും കൂടി ആഡ് ചെയ്തിട്ട് പറയണം. അപ്പം അത് വാവ് എന്ന് പറയുമ്പോൾ വാവ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ആയിട്ട് ഇന്റർജെക്ഷൻ ആണ്. അത് നമ്മൾ ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ വാവ് എന്നുള്ള ഇത് നമ്മൾ ഡയറക്റ്റ് നിന്ന് ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ വാവ് എക്സ്ക്ലൈംഡ് വിത്ത് ജോയ് എന്നാക്കും. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞു. വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ എന്ന് നമ്മൾ പറയാന്ന് വിചാരിച്ചു. വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ, അത് നമ്മളൊരു ആശ്ചര്യത്തോടെ പറയണത്. ഒരു മനോഹരമായ ഒരു കാഴ്ച നമ്മൾ കാണുമ്പോൾ പറയാം വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ. അപ്പൊ അത് നമ്മൾ ഷീ സെഡ് എന്ന് പറയുകയാണെങ്കിൽ ഷീ മാത്രമേ അവിടെ നമ്മൾ യൂസ് ചെയ്യുള്ളൂ, സ്പീക്കറെ മാത്രം എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ റിപ്പോർട്ടിംഗ് വെർബിനെ അവിടെ തള്ളിക്കളയാണ്, പകരം എക്സ്ക്ലൈംഡ് ആക്കാണ്. പിന്നെ കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ദാറ്റ്. പിന്നെ എന്താണ് അവിടെ നമ്മൾ കൺവേർട്ട് ചെയ്യണമെന്ന് വെച്ചാല് ദ വ്യൂ വാസ് ബ്യൂട്ടിഫുൾ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ പ്രസന്റ് നമ്മൾ സിമ്പിൾ പാസ്റ്റിക്ക് മാറും എന്നുള്ളത്. അപ്പോൾ അതാണ് അവിടെ വാസ് ആഡ് ചെയ്യണത്. ഷീ എക്സ്ക്ലൈംഡ് ദാറ്റ് ദ വ്യൂ വാസ് ബ്യൂട്ടിഫുൾ എന്നാവും. വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ എന്നാണ് അവിടെ പറയുന്നത്. വാട്ട് എ, അതായത് അവിടെ എന്താ ഒരു ഇതാണ് അത്ഭുതത്തോടെ പറയണ ഒരു ഭംഗി അങ്ങനെ അതാണ് ഈ വാട്ട് എ എന്നുള്ള ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സന്തോഷം, ഒരു കാണല്ലേ, നമ്മൾ നല്ല മനോഹരമായ ഒരു കാഴ്ച കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പൊ അതാണ് അവിടെ. അതിന് നമ്മൾ ആ വാട്ട് എന്നുള്ളത് നമ്മൾ അവിടെ ഉപയോഗിക്കൂല. ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ നമ്മൾ ഇത്രേ പറയുള്ളൂ, ഷീ എക്സ്ക്ലൈംഡ് ദാറ്റ് ദ വ്യൂ വാസ് ബ്യൂട്ടിഫുൾ. അപ്പോ ഇതിൽ നമ്മൾ ഈ വാവ്, വാട്ട്, അതുപോലെ വെഡൻ, ഹോ, സോറി, ഇതൊക്കെ ഇന്റർജെക്ഷൻസ് ആണ്. ഇതെല്ലാം നമ്മൾ ഡയറക്റ്റ് നിന്ന് ഇൻഡയറക്റ്റ് മാറ്റുമ്പോൾ അതിന് നമ്മൾ ആ വേർഡ് അവിടെ യൂസ് ചെയ്യൂല. അതിന് പകരമായിട്ട് നമ്മൾ എക്സ്ക്ലൈംഡ് എന്നാണ് കൊടുക്കുക. അപ്പൊ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്, ഹാപ്പി ആയിട്ടുള്ള കാര്യം പറയണ വെച്ചാൽ എക്സ്ക്ലൈംഡ് വിത്ത് ജോയ് എന്ന് കൊടുക്കും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ കൊള്ളായിരുന്നു. കാരണം അത് രണ്ട് തരത്തിൽ വേണമെങ്കിൽ വരും കേട്ടോ. കാരണം ഈ എക്സ്ക്ലൈംഡ് മാത്രമായിട്ട് നമുക്ക് അതിനെ ഇൻഡയറക്റ്റ് മാറ്റാം. അതുകൂടാതെ നമ്മൾ ആ ഇമോഷൻസിനെ എടുത്ത് പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെയും മാറ്റാം. വിത്ത് ജോയ് അല്ലെങ്കിൽ വിത്ത് സോറോ, സങ്കടത്തോടെ, അതൊക്കെ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് എങ്ങനെയാണ് ചോദ്യം കിട്ടുന്നത്, എങ്ങനെയാണ് അവിടുത്തെ സെന്റൻസിന് അനുസരിച്ചിട്ടായിരിക്കും ഈ സ്റ്റേറ്റ്മെന്റിലൊക്കെ മാറ്റം വരിക. അപ്പൊ വാവ് എന്നാണെങ്കിൽ വാവ്ന്ന് ഡയറക്റ്റില് വാവ് എന്ന് വരുമ്പോൾ അത് ഇൻഡയറക്റ്റില് എക്സ്ക്ലൈംഡ് വിത്ത് ജോയ് എന്ന് വരും. എഴുതിയൊക്കെ ഉണ്ടവർക്കൊക്കെ എഴുതിയൊക്കെ കേട്ടോ. ഡയറക്റ്റ് എന്ന് എഴുതാം, അതില് വാവ് എന്ന് എഴുതാം. ഡയറക്റ്റില് വാവ് വരുമ്പോ ഇൻഡയറക്റ്റ് ആവുമ്പോ എക്സ്ക്ലൈംഡ് വിത്ത് ജോയ് എന്ന് വരും. അത് വാട്ട് എന്ന് എഴുതുമ്പോ വാട്ടാണ് വരുന്നെങ്കിൽ എക്സ്ക്ലൈംഡ് വിത്ത് സർപ്രൈസ് ഓർ ഡിലൈറ്റ് വരും. എഴുതി വെക്കുന്നുണ്ടോ?
എഴുതണ്ടടാ, പറഞ്ഞോ. എഴുതേണ്ട. അപ്പൊ വാവ് വരികയാണെങ്കിൽ വാവ് വരുമ്പോൾ എക്സ്ക്ലൈംഡ് വിത്ത് ജോയ് ഇൻഡയറക്റ്റിൽ വരും. ഡയറക്റ്റിൽ വാട്ട് ആണ് വരുന്നതെങ്കിൽ എക്സ്ക്ലൈംഡ് വിത്ത് സർപ്രൈസ് ഓർ ഡിലൈറ്റ് വരും. പിന്നെ വെൽഡൺ ആണെങ്കിൽ എക്സ്ക്ലൈംഡ് വിത്ത്, അതൊരു വെൽഡൺ എന്ന് പറയുമ്പോൾ അപ്രിഷിയേറ്റ് ചെയ്യല്ലേ ചെയ്യണത്. അപ്പൊ അപ്ലോസ് ഇത് എന്താ നമ്മുടെ ഇതിൽ ടൈപ്പ് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. ഇത് ടൈപ്പ് ചെയ്ത് വിടുന്നുണ്ട്, അപ്പൊ അതിൽ നോക്കി എഴുതിക്കോളിട്ടോ. അതുപോലെ ഹോന്ന് വരികയാണെങ്കിൽ എക്സ്ക്ലൈംഡ് വിത്ത് സർപ്രൈസ് ഓർ സോറോ. സോറി എക്സ്ക്ലൈംഡ് വിത്ത് റിഗ്രറ്റ്. ഹുറൈ വരികയാണെങ്കിൽ എക്സ്ക്ലൈംഡ് വിത്ത് ജോയ്. അപ്പൊ ഇത്രയാണ് ഈ ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഫീലിങ്സിന് രേഖപ്പെടുത്താനാണ് ഈ എക്സ്ക്ലമേഷൻ ഉപയോഗിക്കുന്നത്, സെന്റൻസ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഡയറക്റ്റ് നിന്ന് ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ അതിൽ വരുന്ന എക്സ്ക്ലമേഷൻ മാർക്ക് നമ്മൾ റിമൂവ് ചെയ്യും. അതുപോലെ റിപ്പോർട്ടിംഗ് വെർബ് എക്സ്ക്ലെയിംഡ് എന്നാവും ഉപയോഗിക്കുക. ആസ്ക് എന്താ പറയാ സെഡ് എന്നുള്ളതൊക്കെ മാറി അവിടെ നമ്മൾ എക്സ്ക്ലെയിംഡ് എന്നാക്കും. അതുപോലെ നമ്മുടെ പ്രോനൗണിലും അതുപോലെ ടെൻസിലൊക്കെ മാറ്റം വരും. ടെൻസ് നമ്മൾ പഠിച്ച പോലെ ഇതിന് മുന്നത്തെ പഠിച്ചതുപോലെ പിന്നെ ടെൻസിൽ മാറ്റം വരും. അതായത് ഈ ഈസോർ ആം വരുമ്പോ നമ്മൾ വാസാക്കും. അതുപോലെ ഹാവും ഹാസും ഹാഡ് ആക്കും. അതുപോലെ നമ്മുടെ ടെൻസിൽ വരുന്ന മാറ്റങ്ങൾ സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ആക്കും. അതൊക്കെ ആ മാറ്റങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾ ഈ എന്താ സെന്റൻസ് കൺവേർട്ട് ചെയ്യും, സെന്റൻസ് മാറ്റുമ്പോൾ അതിൽ ചേർക്കേണ്ടത്. ഇത്രയൊക്കെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത് ഈ എക്സ്ക്ലമേഷൻസിനെ കുറിച്ചിട്ട്. ഇനി പിങ്കി നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞുതരും. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. കാണാണ്ടോ മാം? ഗുഡ് ആഫ്റ്റർനൂൺ. കാണാണ്ടോ? എന്നെ കാണാറില്ല. എല്ലാപ്പോഴും വിളിച്ചാലും ടീച്ചർമാർ പറയുമ്പോൾ കാണാറില്ല. ഈ ഇഷ്യൂ തന്നെ നേരത്തെ ജിഷാന പറഞ്ഞത് ഇഷ്യൂ. എനിക്ക് കാണാം, മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല. അപ്പോ എപ്പോഴും ഇങ്ങനെ തന്നെയാ. റെക്കോർഡ് കാണിച്ചു കൊടുക്കാൻ 2 പ്രാവശ്യം 3 പ്രാവശ്യം ട്രൈ ചെയ്തു. എന്റെ റെക്കോർഡ് കാണിച്ചു കൊടുക്കാൻ പറ്റണില്ല. അത് പ്രൈവസി സെറ്റിംഗ്സില് അങ്ങനെ ചിലപ്പോ നിങ്ങൾ അത് ഓണാക്കിയിട്ടുണ്ടാവാം. അപ്പൊ എന്തായാലും ഞാനപ്പോ എന്നെ കാണണ്ട, ഞാൻ പറയാം, ശ്രദ്ധിച്ചിരുന്നാ മതി. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, റിപ്പോർട്ടിംഗ് എക്സ്ക്ലമേഷൻസ്, അതില് ഒരു എക്സ്ക്ലമേഷൻ സെന്റൻസ് എങ്ങനെ മാറ്റാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഫോർമുല നമുക്കറിയാം. സ്പീക്കർ പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ് എക്സ്ക്ലൈംഡ് ആണ്, പ്ലസ് ദാറ്റ് പ്ലസ് കൺവേർട്ടഡ് സെന്റൻസ്. സിമ്പിൾ ആയിട്ട് നമുക്ക് അത് എഴുതാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞ ആ വാവും വാട്ടും വെൽഡൺ ഒക്കെ വരില്ലേ, അതായത് ഇന്റർജങ്ഷൻസ്, അത് വരുമ്പോൾ നമ്മൾ എക്സ്ക്ലൈംഡ് വിത്ത് ജോയ്, എക്സ്ക്ലൈംഡ് വിത്ത് സർപ്രൈസ് ഇങ്ങനെയും ഉപയോഗിക്കാം. അല്ലെങ്കിൽ വാവും വാട്ടൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് വെറുതെ എക്സ്ക്ലൈംഡ് ദാറ്റ് ഉപയോഗിച്ച് കണക്ട് ചെയ്താലും കുഴപ്പമില്ല. നമ്മുടെ ഓപ്ഷനിൽ എക്സ്ക്ലൈംഡ് വിത്ത് ജോയ് ഉണ്ടെങ്കിൽ അത് തെറ്റായിട്ട് ആരും വിചാരിക്കേണ്ട, അങ്ങനെയും എഴുതാം. അല്ലെങ്കിൽ എക്സ്ക്ലൈംഡ് ദാറ്റ് എന്ന് ഉപയോഗിച്ച് എഴുതാം. അപ്പൊ ഞാൻ 1-2 എക്സാമ്പിളുകളിൽ വിത്ത് ഡിലൈറ്റ് ഒക്കെ ഉപയോഗിച്ച് എഴുതുന്നുണ്ട്. പിന്നെ നമ്മൾ എക്സ്ക്ലൈംഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് എക്സാമ്പിളുകൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. ഫസ്റ്റ് വൺ, the child said. ഓക്കെ പിങ്കി, ആരെങ്കിലും ക്വസ്റ്റ്യൻ പറയുമ്പോ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാട്ടോ. ഉണ്ട്, ടെക്സ്റ്റ് ചെയ്യാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ടെക്സ്റ്റ് ചെയ്യാൻ മാത്രം ഇരിക്കുന്നുണ്ട്. The child said, "What a beautiful sight." The child said, "What a beautiful sight." അപ്പൊ അതില് ഇൻവേർട്ടർ കോമയുടെ ഉള്ളിൽ നമ്മുടെ എക്സ്ക്ലമേഷൻ മാർക്കൊക്കെ ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യനിൽ എഴുതാം. എഴുതിയോ? അപ്പൊ ഇതിനെ നമുക്ക് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റണം. അപ്പൊ നമ്മള് സ്പീക്കർ ഉണ്ട്. സ്പീക്കർ ആരാണ്?
ദ ചൈൽഡ് അല്ലേ അല്ലേ? പിന്നെ അതെ. റിപ്പോർട്ടിംഗ് വെർബ്, അതെ, അതെ, റിപ്പോർട്ടിംഗ് വെർബ് ഏതാ ഉപയോഗിക്കുക? റിപ്പോർട്ടിംഗ് Exclaim. എക്സ്ക്ലെയിംഡ്. എക്സ്ക്ലെയിംഡ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, അത് ഞാൻ ഒരെണ്ണം ഇത് വെച്ച് എഴുതാം, ഒരെണ്ണം എക്സ്ക്ലൈംഡ് വിത്ത് വെച്ചിട്ട് എഴുതാം. ഇപ്പൊ നമ്മൾ എക്സ്ക്ലൈംഡ് ദാറ്റ് ഉപയോഗിച്ചിട്ട് എഴുതാം. അപ്പോൾ സ്പീക്കർ ദ ചൈൽഡ് എക്സ്ക്ലൈംഡ്, പിന്നെ തന്നെ കണക്റ്റിംഗ് വേർഡ് ദാറ്റ്. ഇവിടെ വരെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അത് കഴിഞ്ഞാൽ തന്നിരിക്കുന്നത് വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ് എന്നാണ്. അതൊരു എക്സ്ക്ലമേഷൻ ആണ്, എന്തൊരു മനോഹരമായ കാഴ്ചയാണ്. അതിന് നമ്മൾ സ്റ്റേറ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മൾ സാധാരണ പറയുന്ന പോലെ ഈ വാട്ടും ഹൗ ഒക്കെ വെച്ച് എഴുതുമ്പോൾ അതിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം റിപ്പോർട്ടിംഗ് ചെയ്യാൻ. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയില്ലേ, അവൾ നല്ല സുന്ദരിയാണ്, അല്ലെങ്കിൽ എനിക്ക് വിശക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്, എന്ത് മനോഹരമായ കാഴ്ചയാണ് എന്നുള്ളതിനെ സ്റ്റേറ്റ്മെന്റിലേക്ക് എങ്ങനെയാ മാറ്റാന്ന് വെച്ചാല്, എന്ത് മനോഹരമായ കാഴ്ചയാണെന്ന് കഴിഞ്ഞാൽ എന്റെ ബാക്കിൽ ഒരു സൈലന്റ് ആയിട്ട് അത് ഇല്ലേ, അത് എന്തൊരു മനോഹരമായ കാഴ്ചയാണെന്നല്ലേ പറയാ. വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ് എന്നാണ് ശരിക്കും സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക. വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്, എന്ത് മനോഹരമായ കാഴ്ചയാണ്. അതിന്റെ കൂടെ നമുക്കറിയാം അത് എന്നുള്ള സബ്ജക്റ്റ് അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് ശരിക്കും. അപ്പോ അത് ഒരു മനോഹരമായ കാഴ്ചയാണെന്നുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് ആദ്യം നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതി നോക്കണം. അതിനെയാണ് നമ്മൾ പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്, വാട്ട് വെച്ച് വരുന്ന എല്ലാ എക്സ്ക്ലമേഷനിലും നമ്മൾ ഇത് ആദ്യം ഒന്ന് കൺവേർട്ട് ചെയ്ത് വെക്കുക. അപ്പൊ വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റിനെ സ്റ്റേറ്റ്മെന്റിലേക്ക് ആക്കുമ്പോൾ എന്താ എഴുതാം? എന്തിന് എങ്ങനെ എഴുതാം? സ്റ്റേറ്റ്മെന്റിലേക്ക് എഴുതുമ്പോൾ വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. It is a beautiful sight. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സൈറ്റ് എന്ന് എഴുതാം. ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ് എന്ന് എഴുതാം. രണ്ടും ശരിയാണ്. വെരി ഉപയോഗിച്ചാലും കുഴപ്പമില്ല, വെരി ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതിലെ വാട്ടെന്നുള്ള ആ ഒരു ഇമോഷൻ ആ വരിയിൽ വരുന്നുണ്ട്. എന്ത് മനോഹരമായ കാഴ്ചയാണ്. അപ്പൊ അതൊരു മനോഹരമായ കാഴ്ചയാണ്. ഇത് പ്രസന്റ് ടെൻസ് ആണ് ആക്ച്വലി. ആമിസാർ ഉപയോഗിച്ച് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ശരിക്കും. അപ്പൊ ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ് എന്ന് നമ്മൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഇതിനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ദ ചൈൽഡ് എക്സ്ക്ലൈംഡ് ദാറ്റ് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ് എന്നുള്ള സെന്റൻസ് ആണ്. അപ്പൊ എവിടെയെങ്കിലും നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റിനെ ഒന്ന് ഏരോ മാർക്ക് ചെയ്തിട്ട് അത് ശരിക്കും സ്റ്റേറ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാമെന്നൊന്ന് എഴുതി വെക്കുക. ഈ വാട്ട് ഹൗ ഒക്കെ വരുമ്പോൾ അതൊന്ന് എഴുതി വെച്ചാൽ നല്ലതാണ്. പിന്നെ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റിനെ സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റുമ്പോൾ ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സൈറ്റ് എന്ന് എഴുതും. വെരി ഉപയോഗിച്ചാലും കുഴപ്പമില്ല, വെരി ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നോട്ട് ചെയ്ത് വെച്ചാ? ഇല്ല, എഴുതണ്ട. Okay. ഇനി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ഇതിനെയാണ്. ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ്. ഇതിനെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ? ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ് എന്നുള്ളത് എന്തായിട്ട് മാറും? പ്രൊണൗൺസ് ചേഞ്ച് ചെയ്യാണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യണം, ടെൻസ് ചേഞ്ച് ചെയ്യാണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ദ ചൈൽഡ് എക്സ്ക്ലൈംഡ് ദാറ്റ്, പിന്നെ എങ്ങനെ എഴുതാം? കാരണം നമുക്കറിയാം ഇതുവരെ ചെയ്ത എല്ലാത്തിലും ഒരേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യണേ. ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ് എന്നുള്ളത് It was അത്ര തന്നെ. ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ്, അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. ഈ വാട്ട്, ഹൗ എന്നൊക്കെ വെച്ച് എഴുതുന്ന ഇന്റർജങ്ഷൻസ് ഉപയോഗിച്ച് എഴുതുന്ന എക്സ്ക്ലമേഷൻസിനെ ആദ്യം സ്റ്റേറ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇതിന്റെ ആൻസർ ദ ചൈൽഡ് എക്സ്ക്ലൈംഡ് ദാറ്റ് ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ്. ഇറ്റ് ഈസ് എന്നുള്ളത് ഇറ്റ് വാസ് ആയി മാറും. പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നു. അത് ആമിസ് ആർ, അത് വാസ് വേറെ മാറും. ഇറ്റ് ആയതുകൊണ്ട് അത് വാസാക്കി. എല്ലാവരും അത് എഴുതിയെടുത്തോട്ടാ. അതിന്റെ ആൻസർ എഴുതിക്കോളൂ. The child exclaimed that it was a very beautiful sight. അതിന് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സൈറ്റ് എന്നായാലും ശരി തന്നെയാണ്. വെരി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ വെരി കണ്ട പേടിക്കേണ്ട, വെരി ഇല്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലായില്ലേ ആ ഫസ്റ്റത്തെ?
നമുക്ക് സെക്കൻഡ് വൺ ഒരെണ്ണം ചെയ്യാം. ഇതേ മോഡൽ തന്നെ. അപ്പൊ നിങ്ങൾ തന്നെ എഴുതിക്കോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ പറയാം. സെക്കൻഡ് വൺ. She said, what a beautiful sunset. Type ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ ഇവിടെ ക്വസ്റ്റ്യൻ. She said, what a beautiful sunset. ക്വസ്റ്റ്യനിൽ ചിഹ്നങ്ങളൊക്കെ ഉണ്ടാവും. കോമ, ഇൻവേർട്ടഡ് കോമ, എക്സ്ക്ലമേഷൻ മാർക്ക് ഒക്കെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ആൻസറിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒഴിവാക്കും. ഇന്റർജങ്ഷൻസ് ഒഴിവാക്കും. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ആദ്യ സ്റ്റേറ്റ്മെന്റിലേക്ക് ഒന്ന് എഴുതി നോക്കുക, എന്നിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എഴുതും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ആദ്യ സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റുക വാട്ട് എ ബ്യൂട്ടിഫുൾ സൺസെറ്റിനെ. അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാം. സന ആൻസർ വിട്ടിട്ടുണ്ട്, കറക്റ്റ് ആണ് അത്. ഷീ എക്സ്ക്ലൈംഡ് ദാറ്റ്. പിന്നെ നമ്മൾ ഇതൊന്ന് എഴുതാ വാട്ട് എ ബ്യൂട്ടിഫുൾ സൺസെറ്റിന്റെ കൺവേർട്ട് ചെയ്യുമ്പോ എങ്ങനെ വരും? സ്റ്റേറ്റ്മെന്റ് ആക്കുമ്പോ ഇറ്റ് വാസ് ഔ. ഇറ്റ് ഈസ് എന്നുള്ളത് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വാസ് ഔ. അതന്നെ. അപ്പൊ ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ സൺസെറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ് എന്നായിരുന്നു അതിന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ആൻസറിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ സൺസെറ്റ് അല്ലെങ്കിൽ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ് അങ്ങനെയാവും. അപ്പൊ ആൻസർ ഒന്ന് പറയാം. ഷീ എക്സ്ക്ലൈംഡ് ദാറ്റ് ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ സൺസെറ്റ് അല്ലെങ്കിൽ ഷീ എക്സ്ക്ലൈംഡ് ദാറ്റ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ്. അപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്ക്ലൈംഡ് വിത്ത് ഡിലൈറ്റ് അതൊന്ന് വെച്ചിട്ടൊന്ന് എഴുതി നോക്കിയ ഒരെണ്ണം. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ഡിലൈറ്റ് ജോയ് ഒക്കെ കാണുമ്പോൾ അതെന്ത് നിങ്ങൾക്ക് പറഞ്ഞില്ല എന്ന് പറയണ്ട, അതും അതിന്റെ ആൻസർ ആണ്. അത് ഇത് അങ്ങനെ എഴുതുമ്പോൾ എന്തായിരിക്കും? വാട്ട് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ്, എന്ത് മനോഹരമായ സൺസെറ്റ് ആണ്. അപ്പൊ അതിലെ നമ്മുടെ ഇമോഷൻ എന്താണ്? ദുഃഖമാണോ സന്തോഷമാണോ എന്താണ്? സന്തോഷമാണ്, ഡിലൈറ്റ് ആണ് അല്ലെ. വാട്ട് വരുമ്പോ നമുക്ക് സർപ്രൈസ് ആയിട്ട് ഉപയോഗിക്കും, ഡിലൈറ്റ് സന്തോഷമായിട്ട്. ഇവിടെ സന്തോഷത്തോട് പറയുന്ന കാര്യമാണ്. അപ്പൊ അത് നമ്മൾ എക്സ്ക്ലൈംഡിന്റെ അപ്പുറത്ത് ചേർത്ത് വിത്ത് ചേർത്തിട്ട് എഴുതാം, അങ്ങനെയും എഴുതാം. അപ്പൊ എങ്ങനെയാ ആൻസർ വരിക? അതെ, സന അയച്ചിട്ടുണ്ട്. ഷീ എക്സ്ക്ലൈംഡ് വിത്ത് ഡിലൈറ്റ് ദാറ്റ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ്, അങ്ങനെയും എഴുതാം. എക്സ്ക്ലൈംഡ് വിത്ത് ഡിലൈറ്റ് എന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് എഴുതാം. എക്സ്ക്ലൈംഡ് ദാറ്റ് എന്ന് എഴുതാം, എക്സ്ക്ലൈംഡ് വിത്ത് ഡിലൈറ്റ് ആ ഇമോഷനെ സൂചിപ്പിക്കുന്ന വേർഡ് ഉപയോഗിച്ചിട്ടും എഴുതാം. ബാക്കി മാറ്റങ്ങളൊക്കെ സെയിം തന്നെയാണ്. അപ്പൊ അതും കൂടി അവിടെ ആൻസറിൽ ഓർ എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോളൂ. ഷീ എക്സ്ക്ലൈംഡ് വിത്ത് ഡിലൈറ്റ് ദാറ്റ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞത് വെരി എഴുതിയാലും എഴുതിയാലും കുഴപ്പമില്ല എന്നുള്ളതും ദാറ്റ് തൊട്ടിട്ട് സെയിം തന്നെ. എക്സ്ക്ലൈംഡ് കഴിഞ്ഞിട്ട് വിത്ത് ഡിലൈറ്റ് നമ്മൾ ആ വാട്ട് എ ബ്യൂട്ടിഫുൾ സൺസെറ്റിൽ ആ ഇമോഷനെ സൂചിപ്പിക്കുന്ന വേർഡ് ഉപയോഗിച്ചു എന്ന് മാത്രം. എക്സ്ക്ലൈംഡ് വിത്ത് ഡിലൈറ്റ് ദാറ്റ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ്. ഈ രണ്ട് എക്സാമ്പിൾ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. ഇത് ഇങ്ങനെയൊക്കെയാണ് വാട്ട് വെച്ചിട്ടുള്ള വരിക. അപ്പൊ നമ്മൾ അത് ആദ്യം നമ്മളതിനെ ഒന്ന് സ്റ്റേറ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് ഈസി ആയി. പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ളത് ചേഞ്ച് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ ഹൗ വെച്ചിട്ടുള്ള രണ്ടെണ്ണം നമുക്ക് ചെയ്യാം. അത് ഇതുപോലെ സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റണം. വാട്ട്, ഹൗ ഇങ്ങനെയുള്ള ഇന്റർജങ്ഷൻസ് വരുമ്പോൾ നമ്മൾ അതിനെയൊക്കെ സ്റ്റേറ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. വെരി എന്നുള്ള ഒരു മീനിങ് അതിന് വരുന്നുണ്ട് വാട്ടിനും ഹൗവിനൊക്കെ. അത് വെച്ചാലും വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അതിന് ഇന്റർജങ്ഷൻസ് വരുമ്പോൾ ഇങ്ങനെയുള്ള ഇന്റർജങ്ഷൻസ് വരുമ്പോൾ അതിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റാം. അപ്പൊ തേർഡ് ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതാം. ഹൗ വെച്ചിട്ട് പറഞ്ഞ് എഴുതാം.
അപ്പൊ ഇനി മുതലുള്ള എക്സാമ്പിളുകളിൽ ഞാൻ എക്സ്ക്ലൈംഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടേ പറയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അറിയാം എക്സ്ക്ലൈംഡ് വിത്ത് വെച്ചിട്ട് എഴുതിയാലും കുഴപ്പമില്ല, എക്സ്ക്ലൈംഡ് ദാറ്റ് ഉപയോഗിച്ച് എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ ഇനിയുള്ളതിൽ എക്സ്ക്ലൈംഡ് ദാറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ എഴുതാൻ പോകുന്നത്. നമ്മൾ അണ്ടർസ്റ്റുഡ് ആയിരിക്കണം, ഇതും തെറ്റില്ല എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആയിരിക്കണം. തേർഡ് വൺ എഴുതിക്കോളൂ. He said, how lucky I am. He said, how lucky I am. ടൈപ്പ് ചെയ്ത് വിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അവൻ പറഞ്ഞു എന്തൊരു ഭാഗ്യവാനാണ് ഞാൻ. ഹൗ ലക്കി ഐ ആം, ഇവിടെയും നമ്മൾ സ്റ്റേറ്റ്മെന്റിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഹൗ ലക്കി ഐ ആം, അതിനെ സ്റ്റേറ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? ആർക്കെങ്കിലും ഒക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ഹൗ ലക്കി ഐ ആം. ഐ ആം വെരി ലക്കി എന്നാ. തന്നെ വെരി ഗുഡ്. ഐ ആം വെരി ലക്കി, അങ്ങനെ തന്നെയാണ് വരിക. അപ്പൊ ഹൗ ലക്കി ഐ ആം എന്നുള്ളതൊന്ന് ഒരു അരമാർക്ക് ഇട്ടിട്ട് സ്റ്റേറ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുക. ഐ ആം വെരി ലക്കി, ഐ ആം വെരി ലക്കി. ഇനി ഈ ഐ ആം വെരി ലക്കിനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ട് ചെയ്തെന്ന് എഴുതി നോക്കൂ. ആൻസർ എഴുതിയോ? ടൈപ്പ് ചെയ്ത് വിട്ടുണ്ട് ആൻസർ. ആൻസർ എന്തായിരിക്കും ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒക്കെ പറഞ്ഞേ. He exclaimed that he was very lucky. Very lucky. അതന്നെ. അപ്പൊ he exclaimed that I am very lucky എന്നുള്ളത് അവൻ പറഞ്ഞു അവൻ വളരെ ഭാഗ്യവാനാണെന്ന്. അപ്പൊ നമ്മൾ he was, am എന്നുള്ളത് was ആയി മാറും. he ആണ് അവിടെ പ്രൊനൗൺ ചേഞ്ച് ആവുന്നത്. he was very lucky. He exclaimed that he was very lucky. ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആൻസർ അവിടെ. അടുത്തതിലേക്ക് പോവാം. ഫോർത്ത് വൺ, ഹൗവിന്റെ ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാം. ഫോർത്ത് വൺ, ഷീ സാഡ്. കഴിഞ്ഞില്ലേ? ഇതുവരെയുള്ള എല്ലാം കഴിഞ്ഞില്ലേ? മൂന്നെണ്ണം എല്ലാവരും എഴുതിയില്ലേ? ഫോർത്ത് വൺ, ഷീ സാഡ് how beautiful the flowers are. She said how beautiful the flowers are. ഇൻവെർട്ടഡ് കോമയില് എക്സ്ക്ലമേഷൻ മാർക്കൊക്കെ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ എഴുതാം. ടൈപ്പ് ചെയ്ത് വിട്ടുണ്ട്. എക്സ്ക്ലമേഷൻ മാർക്കാണ് വേണ്ടത് കേട്ടോ ലാസ്റ്റ്. She said how beautiful the flowers are. ആദ്യം ഒന്ന് സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റി നോക്കുക ഹൗ ബ്യൂട്ടിഫുൾ ദ ഫ്ലവേഴ്സ് ആറിനെ, എന്നിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം എഴുതാൻ. എഴുതിക്കോളൂ കേട്ടോ. എഴുതിയോ?
ആരെങ്കിലും ഒരാൾ ആൻസർ പറഞ്ഞ് അറിയുന്നവര്? മനസ്സിലായില്ലേ എല്ലാവർക്കും? She exclaimed that flowers were very beautiful. The flowers The flowers are beautiful, very. ആ അത് സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റുമ്പോൾ the flowers are very beautiful. സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റുമ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? She exclaimed that എന്നുള്ളത് എന്തായി മാറും? വേറാവും. പ്ലൂറൽ ആണ് the flowers. വാസും വേറെ ഉപയോഗിക്കണം, അതിൽ വാക്ക് ഉപയോഗിക്കില്ല, കാരണം സിംഗുലറിനാണ് വാക്ക് ഉപയോഗിക്കുക. The flowers were, WERE, were. The flowers were very beautiful. അല്ലെങ്കിൽ അതാണ് വരിക. She exclaimed that. എന്താ? ഈസും ആമും വരുമ്പോ വാസാകും, ആറ് വരുമ്പോ വേറാകും. അതന്നെ സിംഗുലർ ഈസ് ആമൊക്കെ വരുമ്പോ വാസ്. അത് അങ്ങനെ ഈസ് ആമും നമ്മള് ആ സബ്ജക്റ്റ് നോക്കിയിട്ട് വെക്കുക. ദ ഫ്ലവേഴ്സ് ആണല്ലോ, പ്ലൂറൽ ആണല്ലോ, അപ്പോ എന്നുള്ളത് മാറി വേറാവും. ദ ഫ്ലവേഴ്സ് വേർ വെരി ബ്യൂട്ടിഫുൾ. അപ്പൊ എന്റെ ആൻസർ ബാക്കിയൊക്കെ ഒരേപോലെ തന്നെ. ഷീ എക്സ്ക്ലൈംഡ് ദാറ്റ്, പിന്നെ ദ ഫ്ലവേഴ്സ് വേർ വെരി ബ്യൂട്ടിഫുൾ. ദ ഫ്ലവേഴ്സ് ആർ വെരി ബ്യൂട്ടിഫുൾ എന്നാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റിൽ വരിക. കൺവേർട്ട് ചെയ്യുമ്പോൾ ഷീ എക്സ്ക്ലൈംഡ് ദാറ്റ് ദ ഫ്ലവേഴ്സ് വേർ വെരി ബ്യൂട്ടിഫുൾ. വേറെ മാറ്റമൊന്നുമില്ല, എന്നുള്ളത് വേറായിട്ട് മാറി. സിംഗുലറും പ്ലൂറലാണോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് എഴുതിയ തെറ്റ് വരില്ല. എൻഡിങ് വിത്ത് ഫുൾ സ്റ്റോപ്പ്. ആൻസറിൽ മൊത്തം എൻഡിങ് വിത്ത് ഫുൾ സ്റ്റോപ്പ് ആണ്. വേറെ ചിഹ്നങ്ങളൊന്നും ഉപയോഗിക്കില്ല. എല്ലാ ചിഹ്നങ്ങളെ ഒഴിവാക്കും നമ്മൾ. നേരത്തെ പറഞ്ഞ പോലെ ഇന്റർജങ്ഷൻസ് ഒഴിവാക്കും. പിന്നെ എൻഡിങ് വിത്ത് ഫുൾ സ്റ്റോപ്പ്. ഇതുവരെ പറഞ്ഞ വാട്ടിന്റെയും ഹൗവിന്റെയും മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ലടാ, ക്ലിയർ ആണ്. എല്ലാവർക്കും ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കട്ടെ, കുഴപ്പമില്ല. അത് ജസ്റ്റ് നമ്മൾ സ്റ്റേറ്റ്മെന്റിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് എഴുതിയാൽ പിന്നെ നമുക്ക് ടെൻസ് മാറ്റി പ്രോണൗൺ മാറ്റി എഴുതിയാൽ മതി. ഈ 4 ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇത് കഴിഞ്ഞാല് അടുത്ത 4 ഉണ്ട്. അത് നമുക്ക് പ്രജിതയാണ് എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലോ, ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഞാൻ പ്രജിതേനെ വിളിക്കുകയാണ്. അടുത്ത 4 എക്സാമ്പിൾ ഉണ്ട്, അത് പ്രജിത പറഞ്ഞു തരും കേട്ടോ. താങ്ക് യു എവരിവൺ. താങ്ക് യു പിങ്കി. ഹലോ ഫ്രണ്ട്സ്, ഇനി ഇതിലേറെ എളുപ്പമുള്ളതാണ് കേട്ടോ. ഇനി സ്റ്റേറ്റ്മെന്റിലേക്ക് ഒന്നും മാറ്റണ്ട, നേരിട്ട് നമുക്ക് മാറ്റി പോവാം. എക്സാമ്പിൾ എഴുതോ. നമ്പർ 5. ദ ബോയ് സെഡ്. പിന്നെ ഹുറേ എന്നാണ് ഉപയോഗിക്കുന്നത്. HURRAH. ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നോക്കാം. പിന്നെ എക്സ്ക്ലമേറ്ററി ചിഹ്നം. പിന്നെ വി ഹാവ് വൺ ദി മാച്ച്. വി ഹാവ് വൺ, WON, വൺ ദി മാച്ച്. എല്ലാവരും എഴുതിയോ? അതൊന്ന് മാറ്റി നോക്കൂ. ഇത് വളരെ സിമ്പിൾ ആണ്. സെഡ്, ടോൾഡ്, സ്റ്റേറ്റ്മെന്റ് അതൊക്കെയാണ് റിപ്പോർട്ടർ വെർബ്. റിപ്പോർട്ടർ വെർബ് എക്സ്ക്ലൈംഡ് ആണ് ആവുക. എക്സ്ക്ലൈംഡ്, സെഡ്, ടോൾഡ്, സ്റ്റേറ്റഡ് അങ്ങനെയൊക്കെ റിപ്പോർട്ടർ വെർബ് വരുമ്പോ എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ എക്സ്ക്ലൈംഡ് എന്നാണ് വരിക. അപ്പൊ ദ ബോയ് എക്സ്ക്ലൈംഡ്. കണക്റ്റിംഗ് വേർഡ് വരുന്നത് ദാറ്റ്. പിന്നെ ഇൻവെർട്ടർ കോമ പോവും, എക്സ്ക്ലമേറ്ററി ചിഹ്നം ഇതെല്ലാം പോവും, അതൊന്നും എഴുതണ്ട. പിന്നെ വി ഹാവ് വൺ ദി മാച്ച് എന്നാണ്. അപ്പൊ വി എന്താവും? ദേ എന്നായിട്ട് മാറും. ഹാവ് ഓർ ഹാസ് ഹാർഡ് ആയിട്ട് മാറും, ടെൻസ് മാറും. പിന്നെ വൺ ദി മാച്ച്. ഇത് വളരെ സിമ്പിൾ അല്ലേ? അതെ.
ഇത് സ്റ്റേറ്റ്മെന്റിലേക്ക് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല ഈ സെന്റൻസ്. നേരിട്ട് നമുക്ക് മാറ്റി എഴുതാവുന്നതാണ്. സെഡ് എന്ന് മാറ്റി അതിനെ എക്സ്ക്ലൈമഡ് എന്നാക്കുക. കണക്റ്റിംഗ് വേർഡ് ദാറ്റ് ഹുറേ എന്ന് നമ്മൾ മാറ്റണം. ഹുറേ, വാവ്, ഓ, വാട്ട്, ഹൗ എന്നൊക്കെ വരുമ്പോ അങ്ങനെയുള്ള അതെല്ലാം എക്സ്ക്ലമേറ്ററി സെന്റൻസിലാണ് വരിക. അപ്പൊ ഇതിലേക്ക് മാറ്റുമ്പോ നമ്മള് അതെല്ലാം മാറ്റി അവിടെ കണക്റ്റിംഗ് വേർഡാണ് ചേർത്ത് കൊടുക്കേണ്ടത്, ദാറ്റ്. എക്സ്ക്ലമേറ്ററി ചിഹ്നം മാർക്ക് പാടില്ല. ഇതെല്ലാരും എഴുതിയില്ലേ? ഇതുപോലെ ഇതന്നെ നമുക്ക് എങ്ങനെയും കൂടെ എഴുതാം. വിത്ത് ജോയ് വേണമെങ്കിൽ ചേർത്ത് എഴുതാം കേട്ടോ. മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പൊ വിത്ത് ജോയ് ചേർത്തോ ഞാൻ എഴുതിയേ. അതൊരു ഡൗട്ട് നിൽക്കുവായിരുന്നു. ദ ബോയ് എക്സ്ക്ലൈംഡ് വിത്ത് ജോയിൻ ചേർക്കുക. എന്നിട്ട് ദാറ്റ് ദേ ഹാഡ് വൺ ദി മാച്ച്. അങ്ങനെ ഇത് എഴുതാം. നേരത്തെ പറഞ്ഞ അതുപോലെ എഴുതാം. രണ്ട് രീതിയിൽ എഴുതിയാലും തെറ്റില്ല. ആ സെന്റൻസ് വായിക്കുമ്പോ അതിലെ ഫീലിങ്സ് എന്താ നോക്കുക. ഇതിപ്പോ വൺ ദി മാച്ച് നേടിയതാണ്. അപ്പൊ അവിടെ സന്തോഷമാണുള്ളത്. അതുകൊണ്ടാണ് വിത്ത് ജോയിൻ ചേർക്കുന്നത്. ഇനി അടുത്ത സെന്റൻസ് എക്സ്ക്ലൈംഡ് വിത്ത് ജോയ് കഴിഞ്ഞിട്ടല്ലേ കഴിഞ്ഞിട്ടാണ് നമ്മൾ ദാറ്റ് ചേർക്കേണ്ടത്. ആൻസർ ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. ആൻസർ ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. ടെസ്റ്റ് ചെയ്തിട്ട് നോക്കൂ. അടുത്ത നമ്പർ പറയട്ടെ, 6. The old man said, alas, A-L-A-S, alas, I have lost my purse. I have lost my purse. Purse, P-U-R-S-E. അവിടെ ഓൾഡ് മാൻ കഴിഞ്ഞിട്ട് ആൻസർ ചെയ്തു. ദ ഓൾഡ് മാൻ സെഡ് എന്തായി മാറും? അവർക്കൊരു ചാൻസ് കൊടുക്കുക. ഒന്ന് സ്വയം കണ്ടെത്താൻ ഒരു ചാൻസ് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആൻസർ പറഞ്ഞാൽ മതി. ആർക്കെങ്കിലും അറിയണവരുണ്ടെങ്കിൽ പറഞ്ഞതിന് ശേഷം ആൻസർ പറഞ്ഞാൽ മതി. അവര് കണ്ടുപിടിക്കാൻ ശ്രമിക്കട്ടെ, അപ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. ആരെങ്കിലും എഴുതിയോ? The old man exclaimed with sorrow that he had lost his purse. അല്ലല്ലോ, ഹീ അല്ലേ? കഴിഞ്ഞാല് സോറോ ചേർക്കുന്നുണ്ടെങ്കിൽ വിത്ത് സോറോ എന്ന് ചേർക്കണം. വിത്ത് സോറോ ആൻസർ പറഞ്ഞേ. വിത്ത് സോറോ ആൻസർ പറഞ്ഞേ. ഓക്കെ. He had lost his purse എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. മായല്ലേ പറഞ്ഞത്? അതെടാ. ഓക്കെ. എല്ലാരും അങ്ങനെയാണോ എഴുതിയത്? അതില് വിത്ത് സോറോ എന്ന് നമ്മൾ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. രണ്ട് രീതിയിൽ എഴുതാട്ടോ. ദ ഓൾഡ് മാൻ എക്സ്ക്ലൈംഡ് ദാറ്റ് ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് പേഴ്സ്. അങ്ങനെ എഴുതാം. ദ ഓൾഡ് മാൻ എക്സ്ക്ലൈംഡ് വിത്ത് സോറോ ദാറ്റ് ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് പേഴ്സ്. അങ്ങനെയും എഴുതാം. രണ്ട് രീതിയിൽ എഴുതാം. ഓക്കെ. ഹാവ് ആണ്. ഹാവ് ഹാസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഹാർഡായി മാറും ടെൻസ് മാറുമ്പോട്ടോ. അത് എഴുതി വെക്കുക. ആമീസ് ആർ വന്നാല് വാസ് വേറായിട്ട് മാറും. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. കണക്റ്റിംഗ് വേർഡ് എപ്പോഴും വരിക ദാറ്റാണ്. സെഡ്, ടോൾഡ്, സ്റ്റേറ്റഡ് അങ്ങനെയൊക്കെ വരികയാണ് അത് എക്സ്ക്ലൈംഡ് ആയിട്ട് മാറും. അതും നോട്ട് എഴുതി വെക്കുക.
വി ദേ ആയിട്ട് മാറും. ആ വി ദേ ആയിട്ട് മാറും. നെക്സ്റ്റ് പറയട്ടെ. പറഞ്ഞോളൂ. Okay. റീന സെഡ്. റീന സെഡ് ഡബിൾ ഇൻവെർട്ടർ കോമ അലാസ് ALAS അലാസ് exclamatory mark. Sheila's mother is suffering from cancer. Is suffering from cancer. Is suffering from cancer. Reena said, alas, Sheila's mother is suffering from cancer. Even inverted comma, double inverted comma close ചെയ്യൂ. ഇനി അതിന്റെ ആൻസർ എഴുതാൻ ശ്രമിച്ചു നോക്കൂ. Reena exclaimed with sorrow that Sheila's mother was suffering with cancer. From cancer. From cancer തന്നെ. Okay. വിത്ത് സോറോ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത്തരം സന്ദർഭത്തിൽ ചേർക്കണതാവും ഒന്നും കൂടി നല്ലത്. ഏതാണ് ആ ഇമോഷൻ ഒന്നും കൂടി നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കൽ. നമുക്ക് ഓപ്ഷനിൽ എന്താണെന്ന് കൂടി നമ്മൾ ടെൻഷൻ അടിക്കണ്ട എന്തുകൊണ്ടാ അങ്ങനെ വന്നത് എന്നുള്ളതേ. ഓപ്ഷൻ നോക്കിയിട്ട് നമ്മൾ എഴുതാം. വിത്ത് സോറോ ഉണ്ടോ എന്നുള്ളതും ഇല്ലാന്ന് നോക്കിയിട്ട് എഴുതാം. ഓപ്ഷൻ നോക്കിയിട്ട് എക്സാമിന്. അതെ, നമുക്ക് ഉണ്ടാവുക ഓപ്ഷനിലുണ്ടാവുക. അപ്പൊ എല്ലാവരും ആൻസർ എഴുതി കഴിഞ്ഞോ? റീന എക്സ്ക്ലൈംഡ് ദാറ്റ് വിത്ത് സോറോ എന്ന് കഴിഞ്ഞിട്ടാണ് ദാറ്റ് എഴുതണ്ടേ കേട്ടോ. ഷീലാസ് മദർ വാസ് സഫറിങ് ഫ്രം ക്യാൻസർ. ഇവിടെ മുകളിൽ ഈസ് വന്നോട് താഴെ വന്നത് വാസ് കേട്ടോ. ക്വസ്റ്റ്യനിൽ ഈസ് വന്നപ്പോ ആൻസറിൽ വാസ് വന്നു. മുകളിൽ ദേ ഒക്കെയാണ് വന്നത് എങ്കിൽ വേറെ ആയിട്ട് മാറും കേട്ടോ ടെൻസ്. എഴുതി കഴിഞ്ഞോ? ഇല്ലടാ. റീനാസ് എക്സ്ക്ലൈംഡ് വിത്ത് സോറോ ദാറ്റ് ഷീലാസ് മദർ വാസ് സഫറിങ് ഫ്രം ക്യാൻസർ. ടെസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്.
എന്താണ് സാരം എന്താണ്? നെക്സ്റ്റ് പറയട്ടെ. ഓക്കെ പറഞ്ഞോ. Okay. ഓ ഡബിൾ ഇൻവെർട്ടർ കോമയിൽ ഇട്ടു കേട്ടോ. ഓ നോ, ഓ എച്ച് ഓ പറയില്ലേ, പിന്നെ നോ എൻ ഓ നോ. ദ ട്രെയിൻ ഈസ് ലീവിംഗ്. ദ ട്രെയിൻ ഈസ് ലീവിംഗ്. LEAVING. ഡബിൾ ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യുക, എക്സ്ക്ലമേറ്റീവ് മാർക്ക് ഇടുക. He said. He said. Oh no, the train is leaving. He said. അതിന്റെ ആൻസർ എഴുതാൻ ശ്രമിച്ചു നോക്കൂ. He said, exclaimed with sorrow, the train was leaving. He exclaimed with sorrow that the train was leaving. Yes. He exclaimed that the train was leaving. അങ്ങനെ എഴുതാം. They exclaimed that the train was leaving. With sorrow ചേർത്ത് എഴുതാം. ട്രെയിൻ പോയതിന്റെ സങ്കടത്തിൽ ഒരു സോറോ ചേർത്ത് എഴുതാം അല്ലേ? അതെ സോറോ ചേർക്കണം നിർബന്ധമുള്ളവർക്ക്. He exclaimed that the train was leaving. He exclaimed that the train was leaving. നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമോ? ഇല്ല, കഴിഞ്ഞു. കഴിഞ്ഞു മാം. 8 എക്സാമ്പിൾ ആണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഇപ്പൊ ഇതുവരെ ചെയ്തതിലുണ്ടെങ്കിൽ ചോദിക്കാം. നല്ല ക്ലാസ് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് മാറ്റുന്നത് ഏതിന്റെയാണ്? സ്റ്റേറ്റ്മെന്റ് മാറ്റാൻ പറഞ്ഞില്ലേ ഇപ്പൊ അത് വരിക വാട്ട് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ്, ഹൗവും വാട്ടും വെച്ചിട്ടൊക്കെ ചോദിക്കില്ലേ? അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ആദ്യം സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റേണ്ടി വരിക. എന്നിട്ട് വേണം അതിനെ റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അത് വാട്ട് എ ബ്യൂട്ടിഫുൾ സൺസെറ്റിനെ നമ്മൾ എന്താ പറയാ? എങ്ങനെയാ ഒന്ന് മാറ്റി പറഞ്ഞേ. വാട്ട് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ്. It is a beautiful sunset. It is a beautiful sunset. വെരി ബ്യൂട്ടിഫുൾ സൺസെറ്റ്. വെരി വെച്ചിട്ട് എഴുതാം. ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ സൺസെറ്റ് അങ്ങനെ എഴുതാം. എന്നിട്ട് വേണം നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ നമുക്കറിയാം സിമ്പിൾ ആണ്. എക്സ്ക്ലൈംഡ് ദാറ്റ് ഇറ്റ് ഈസ് എന്നുള്ളത് വാസ് ആവും. ബാക്കിയൊക്കെ സെയിം, വേറെ മാറ്റമൊന്നുമില്ല. ഇറ്റ് വന്നാൽ അത് തേർഡ് പേഴ്സൺ ആയതുകൊണ്ട് ഇറ്റ് തന്നെ ആയിരിക്കും കേട്ടോ, അതിനൊരു മാറ്റം വരില്ല. ഐ വന്നാല് സബ്ജക്ട് നോക്കിയിട്ട് നമ്മൾ ഓൾഡ് മാൻ അങ്ങനെയൊക്കെ വന്നാല് ഐ മാറ്റി ഹി ആക്കണം. ഞാൻ സ്റ്റേറ്റ്മെന്റ് മാറ്റുന്നത് എന്തിന്റെ എന്നൊരു സംശയം തോന്നി, അതാ ഞാൻ ചോദിച്ചത്. അതില് ഹൗവില് വന്നാലും സ്റ്റേറ്റ്മെന്റ് ആക്കണം കേട്ടോ. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ, കേക്കൂ. സോ ഇതുവരെയും ഓക്കെ ആണ്, നല്ല ക്ലാസ് ഒക്കെ ആയിരുന്നു. ദെൻ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ ആ ചാപ്റ്ററിൽ ഒരു പോർഷൻ മിസ്സിംഗ് ആണ്. അതായത് ക്വസ്റ്റ്യൻ ഞാൻ എടുത്തതാണ്, അതില് നമ്മുടെ WH ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അതില് SO ക്വസ്റ്റ്യൻ ഉണ്ട്, അതും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ആരെങ്കിലും നോക്കിയിട്ട് വരുമോ? അതുകൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആണ്. നോക്കിയില്ലല്ലോ. നോക്കിയിരുന്നല്ലോ. നോക്കി മിസ്സേ. ക്വസ്റ്റ്യൻ നോക്കിയോ?
Yeah. പറഞ്ഞു തന്നല്ലോ. നോക്കിയിട്ടുണ്ട് മാം. വെതർ യൂസ് ചെയ്തിട്ടല്ലേ? E4 വെതർ യൂസ് ചെയ്തിട്ടാണ്. ആണോ? ഇഫ് യൂസ് ചെയ്തിട്ട് വെദർ വെച്ച് കണക്ട് ചെയ്യുന്നു. യെസ്, ഓക്കെ. അപ്പൊ വേറെ ക്ലാസ്സിലാണെന്ന് കംപ്ലീറ്റ് ആവാൻ സോറി. ഓക്കെ, അപ്പോ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോട്ടോ, കുറച്ച് പ്രോബ്ലം ആണത്. ഓക്കെ, അപ്പോ ക്ലാസ് നല്ലതായിരുന്നു, നന്നായിട്ട് എടുത്തു. എനിക്കൊന്നും പറയേണ്ടി വന്നില്ല. എന്തിനും വെറുത്തിരുന്ന് ഭയങ്കര എനിക്ക് ബോറിംഗ് ആയിട്ട് തോന്നി. പക്ഷെ കുറച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. നന്നായിട്ട് ക്ലാസ് എടുത്തു. പക്ഷെ കുറച്ച് ക്യാമറ ഓൺ ചെയ്തിരുന്നെങ്കിൽ ആ ഒരു ശരിക്കും ആ ഒരു ക്ലാസിന്റെ ഒരു ഫീല് തന്നെ കിട്ടിയാനായിരുന്നു. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. അതർവൈസ് നൈസ് ആയിരുന്നു, നന്നായിട്ട് എക്സ്പ്ലെയിൻ ക്യാമറ ഓൺ ചെയ്യാത്തത് എല്ലാവരും. നമ്മളില്ലേ അങ്ങനെ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ നമ്മള് മുഖത്ത് നോക്കി സംസാരിക്കണം. പക്ഷെ ഇത് കാണാപ്പാടം പഠിച്ചിട്ടല്ലേ, ഇതിലിങ്ങനെ ഡൗട്ട് വരുമ്പോ അങ്ങനെ ഇതൊക്കെ നോക്കുമ്പോ അപ്പൊ ഭയങ്കര ഒരു ഇതൊക്കെ. അതുകൊണ്ടാണ് കാണാപ്പാടം പഠിച്ചതാണെങ്കിൽ നമുക്ക് മുഖത്ത് നോക്കി സംസാരിക്കാം. അത് നമുക്ക് നോക്കിയാണെങ്കിലും ക്യാമറ നോക്കി പറയുമ്പോ എന്താണെന്നറിയോ, അത് പറയുന്ന ആളുടെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ പറഞ്ഞത്. പക്ഷെ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, പഠിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് മുഖത്ത് നോക്കി അത് കേൾക്കാൻ പറ്റും. അപ്പൊ കുറച്ചുകൂടെ അത് ക്ലിയർ ആയിരിക്കും. ക്ലിയർ അല്ല, നമുക്കത് ക്ലാസ് കണ്ട ഒരു ഫീൽ ഉണ്ടാവും. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ക്യാമറ ഓൺ ചെയ്യുന്നത്, പക്ഷെ എന്റെ ക്യാമറ വർക്ക് ആവണില്ല. അതാണ് പ്രോബ്ലം. ഓൺ ചെയ്യുമ്പോൾ ശരിക്കും കോൺഫിഡന്റ് ആവും, എല്ലാവരും കോൺഫിഡന്റ് ആവും, കേൾക്കുന്നവരും നമ്മളും. അതെ, അത് വേണ്ടിയാ. കാരണം അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. മിക്ക ക്ലാസ്സിലും അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും നന്നായിട്ട് ചെയ്തു, നല്ല ക്ലാസ് ആയിരുന്നു. അത് കഴിഞ്ഞ ക്ലാസ്സിലാണെങ്കിലും ഇതാണെങ്കിലും നന്നായിട്ട് എടുത്തു. എല്ലാവർക്കും ക്ലിയർ ആയി, ഡൗട്ട് പോലും ഉണ്ടായിരുന്നില്ല അല്ലെ? അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്കും പറ്റും. അപ്പൊ ഓരോ ചാപ്റ്റർ ഞാൻ ഇങ്ങനെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വെറുതെ ഇരിക്കാലോ അല്ലേ? ഓക്കെ, സോ ഇനി നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എക്സസൈസ് നോക്കിയിട്ട് വരും കേട്ടോ. 1, 2, 3, 4 അതിന് ബേസിക് എക്സസൈസ് ഉണ്ട്, നോക്കിയിട്ട് വരാം. ബാക്കി ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം നിങ്ങൾ. ഓക്കെ, അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു. സോ എങ്ങനെയുണ്ടായിരുന്നു ചാപ്റ്റർ? നന്നായിട്ട് പഠിച്ചില്ലേ നിങ്ങൾ എല്ലാവരും അല്ലേ? എവിടെന്ന് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ആൻസർ ചെയ്യും. മറ്റേത് ടീച്ചർക്കും വേണ്ടിയിട്ടാണ് പഠിക്കൽ, ഇത് ഞങ്ങൾക്കും വേണ്ടിയിട്ട് പഠിച്ചു. എങ്ങനെയുണ്ട്? വ്യത്യാസം എങ്ങനെയുണ്ട്? ഏതാ നല്ലത്? കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടും നല്ല മറക്കൂല. നിങ്ങൾക്ക് വേണ്ടി പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്നാല് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാൻ പറ്റും, നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ആരൊക്കെ ഡൗട്ട് ചോദിച്ചാലും പറയാൻ പറ്റും. അതാണ് ടീച്ചേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ, എല്ലാവരുടെ ഡ്യൂട്ടി അതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഫീല് കിട്ടിയില്ല എല്ലാവർക്കും? അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയണം കേട്ടോ. നിങ്ങൾ ഇപ്പൊ ക്ലാസ് എടുത്തതിന്റെ എക്സ്പീരിയൻസ് പറയണം. ഇപ്പൊ ടൈം ഇല്ല. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എക്സസൈസ് നോക്കിയിട്ട് വരാം, നമുക്ക് എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്യാം. ഓക്കെ, ദെൻ അത്രയൊക്കെ ഉള്ളൂ. അതോടുകൂടി നമുക്ക് അടുത്ത ക്ലാസ്സോട് കൂടി നമുക്ക് ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേറൊരു ചാപ്റ്റർ തരുന്നതായിരിക്കും. ഇതുപോലെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ക്ലാസ് എടുക്കാനായിട്ട്. ഓക്കെ, ശരിയാണ്, ആരും പറയുന്നില്ല എന്നുള്ളൂ. ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ചാപ്റ്റർ ഞാൻ കൈമാറുന്നതായിരിക്കും. ഓക്കെ, സോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഈ ക്ലാസ് എടുക്കാൻ കുഴപ്പമുണ്ടായിരിക്കെങ്കിലോ? ഇല്ല മാം. ഓക്കെ, എല്ലാ യൂണിറ്റ് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് റിവിഷൻ പോലെ അങ്ങനെയാണ് പോകും, തന്നെ പഠിക്കുകയും ചെയ്യും. ഉണ്ടാവുന്ന അറിയില്ല എനിക്ക്. ടൈം ഇല്ലല്ലേ? നോക്കട്ടെ, മാക്സിമം നോക്കാം. കംപ്ലീറ്റ് ആക്കണം. ദാറ്റ്സ് ഓൾ. ടൈം ആയി. ഓക്കെ, അപ്പൊ ഞാൻ പോട്ടെ, എന്നോട് സൈൻ ഔട്ട് പറയൂ. Sign out ഞാൻ ചെയ്യാം മാം. People will forget what you said. People will forget what you did. But people never forget how do you make them feel. അതായത്
നിങ്ങൾ എന്ത് പറഞ്ഞു, നിങ്ങൾ എങ്ങനെ പെരുമാറി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പലതും ആൾക്കാർ മറന്നു. നമ്മളിപ്പം എന്ത് പറഞ്ഞു, എന്ത് പെരുമാറി. എന്നാൽ അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും അത് മറക്കില്ല. അത് നിങ്ങളെ കാണുമ്പോൾ എന്നെ ഹേർട്ട് ചെയ്താ, കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും എന്നെ ഹേർട്ട് ചെയ്തവൻ പോകുന്നു. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. Okay, yeah, thank you all. See you on next class. Okay, bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.